വയനാട്ടിൽ ദുരന്തം നടന്ന സന്ദർഭത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ ജോർജ് കുര്യനും അതുപോലെ മറ്റ് നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജോർജ് കുര്യൻ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ആ ഹോട്ടലിൽ പോവുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ADGP ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടായിരുന്നൊരു വിഷയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും വഹിച്ചു വരുന്ന ആംബുലൻസുകൾ പോലീസുകാർ തടഞ്ഞു വെച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് 4 മണിക്കൂർ സംസാരിച്ചു എന്നാണ്. അപ്പോൾ 4 മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു. ഞാനും അദ്ദേഹം, ശ്രീ C. ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി, RSSൻ്റെ സംസ്ഥാന സേവാ പ്രമുഖ് MC വത്സൻ, ഇവർ 3 പേരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, ആ സമയത്ത് കലക്ടറെ കണ്ടിട്ടുണ്ട്, മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ADGP ആയിട്ട് സംസാരിച്ചത് പോലീസുകാർ അനാവശ്യമായി ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആംബുലൻസ് തടയുന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹം ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നീട് സംസാരിച്ചിരുന്നു അതിൻ്റെ മറുപടി? പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഇത് മാത്രമേ സംസാരിച്ചു. അതായത് ഇത് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതായത് വത്സൻ ചേട്ടൻ CPM-നെയും RSSനെയും എല്ലാം അടുപ്പിക്കുന്ന ഒരു പാലമായിട്ട് ADGP പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വത്സൻ ചേട്ടനും ഒരു പാർട്ടായി എന്നാണ് പറയുന്നത്. ഞാനും ADGP തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറഞ്ഞോ? ഇല്ല, ഉരുൾപൊട്ടതിന് മുമ്പിലായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് സർക്കാരുമായിട്ടുള്ള ADGPയുടെ ചർച്ച, താങ്കളുടെ ചർച്ചയുടെ ഒരു മധ്യസ്ഥനാണ് ADGP. ഇതാണ് യാഥാർത്ഥ്യം. ഇത്രയേ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം നുണപ്രചരണങ്ങളാണ്.